ഗാസയിൽ വെടിനിർത്തലിന് സമ്മതം അറിയിച്ച ഹമാസ് 60 ദിവസത്തെ വെടിനിർത്തലിനാണ് സമ്മതം അറിയിച്ചത്. അകാരണമായി ഇസ്രയേൽ പലസ്തീനികളെ കൊന്നൊടുക്കുകയാണെന്നും എത്രയും വേഗം വെടിനിർത്തൽ കൊണ്ടുവരുന്നതിന് സമ്മതമാണെന്നും ഈജിപ്തിനെയും ഖത്തറിനെയുമാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. സ്ഥിരമായ വെടിനിർത്തലിന് വഴിതെളിക്കുന്ന കരാറിലേക്ക് എത്തിച്ചേരുന്നതാകണം നിലവിലെ വ്യവസ്ഥകളെന്നും രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നും ഹമാസിന്റെ സഖ്യകക്ഷിയായ ഇസ്ലാമിക് ജിഹാദും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ വൈകാതെ പ്രാബല്യത്തിൽ വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഹമാസ് ഒരു ശത്രുവെന്ന് പറയാനാകാത്ത വിധം നശിപ്പിച്ചു കളഞ്ഞുവെന്നും സൈന്യത്തിന്റെ പക്കലാണ് നിയന്ത്രണമെന്നും ഇസ്രയേൽ സൈനിക വക്താവ് വ്യക്തമാക്കി. ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കുന്നതുവരെ നടപടികൾ തുടരുമെന്നും സൈന്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ഗാസയിൽ ഇസ്രയേൽ സൈന്യം തുടരുന്ന ആക്രമണങ്ങളിൽ 6 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പലസ്തീനികൾ കൂട്ടമായി കഴിയുന്ന ടെന്റുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിലാണ് ആളുകൾ കൊല്ലപ്പെട്ടത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ വഴിത്തിരിവുണ്ടായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതോടെ തന്നെ പലസ്തീനികൾ വളരെ ആശ്വാസത്തിലായിരുന്നു. ഗാസയിലെ വെടിനിർത്തൽ കരാറിന് രൂപം നൽകുന്നതിനായി ഖത്തറും സൗദി അറേബ്യയും തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 2023 ഇസ്രയേൽ ഗാസയ്ക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ തന്നെ ഇസ്രയേലിന്റെ നരവേട്ട അവസാനിപ്പിക്കാൻ ഈ 2 ഗൾഫ് രാജ്യങ്ങളും മധ്യസ്ഥ ശ്രമങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു. ജനുവരിയിൽ താൽക്കാലിക വെടിനിർത്തൽ വിജയകരമായി നടപ്പിലാക്കുന്നതിന് പിന്നിലും അവർ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ ഗാസയിൽ ശാശ്വതമായ വെടിനിർത്തലാണ് സൗദിയും ഖത്തറും അമേരിക്കയും തമ്മിൽ ശ്രമം നടത്തുന്നത്. മാത്രമല്ല ഇസ്രയേൽ ഗാസയ്ക്കെതിരെ ആക്രമണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. നിരായുധരായ സാധാരണക്കാരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇരയാകുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പലസ്തീൻ മേഖലയിൽ ഇസ്രയേലി വ്യോമാക്രമണങ്ങളുടെ ഫലമായി കുറഞ്ഞത് 70 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക, ഖത്തർ, സൗദി അറേബ്യ എന്നിവയുടെ സംയുക്ത നയതന്ത്ര ശ്രമമാണ് ഏറ്റവും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം. ഖത്തറിൽ നിന്നും ഈജിപ്തിൽ നിന്നുമുള്ള മധ്യസ്ഥർ ചർച്ചകളിൽ കേന്ദ്ര ബിന്ദുവാണെങ്കിലും വെടിനിർത്തൽ കരാറിൽ ഹമാസും ഇസ്രയേലുമാണ് ഔദ്യോഗികമായി പ്രതികരിച്ച ഉത്തരവിൽ ഒപ്പുവെക്കേണ്ടിയിരിക്കുന്നത്. അതേസമയം അമേരിക്ക അവതരിപ്പിച്ച മുൻ വ്യവസ്ഥകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചർച്ചയിലിരിക്കുന്ന പുതിയ നിർദ്ദേശത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഒന്നുമില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. പുതിയ നിർദ്ദേശത്തിൽ 60 ദിവസത്തെ വെടിനിർത്തൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാലയളവിൽ ഇസ്രയേൽ നിരവധി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസ മുനമ്പിലെ ജീവിച്ചിരിക്കുന്ന ഇസ്രയേലി തടവുകാരിൽ പകുതി പേരെയും ഹമാസ് മോചിപ്പിക്കും എന്നാണ് വിവരം. 2023 ഒക്ടോബറിൽ പലസ്തീൻ തീവ്രവാദികൾ ബന്ദികളാക്കിയ 251 പേരിൽ 49 പേർ ഇപ്പോഴും ഗാസയിൽ തടവിലാണ്. അതിൽ 27 പേർ മരിച്ചതായി ഇസ്രയേൽ സൈന്യം പറയുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചു. ഇതിൽ ഏകദേശം 1200 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിനുശേഷം ഇസ്രയേൽ ഗാസയിൽ സൈനിക നടപടി ആരംഭിച്ചു. ഗാസയിൽ ഇപ്പോഴും 50ഓളം ഇസ്രയേലികൾ ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ട്. അവരിൽ 20 പേരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതപ്പെടുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.